അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്നൊരു വീറ്റ് പറാത്തയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് പകരം ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വയ്ക്കാം. ഞാനൊരു ചപ്പാത്തിയുടെ പരുവത്തിനാണ് ഇപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അത്യാവശ്യം വലിയ 3 സവാള കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം വരും. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ വലിപ്പത്തിന് കുറച്ച് മാവെടുക്കാം. മാവെടുത്തതിന് ശേഷം നമുക്ക് മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ചപ്പാത്തിയുടെ പരുവത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കത് പരത്തിയതിന് ശേഷം ഈ കൂട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വലിപ്പത്തിന് പരത്തണ്ട, കുറച്ച് വലിപ്പത്തിന് പരത്തിയാൽ മതി. ഇത്രയും മതിയാകും. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പം നല്ലതുപോലെ ഇവിടെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വീറ്റ് പറാത്തയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.